ഹലോ ഗൈസ്, നമ്മളൊരു ഫാമിലി വീട് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഒരു അടിപൊളിയായ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇൻഡോറാണ്. ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ നല്ല അടിപൊളിയായിട്ടാണ് ചെടികൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ചെടികൾ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെടിൻ്റെ പണി മുഴുവനായിട്ടില്ല. നമ്മളൊരു ഫാമിലി വീടാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ. ജസ്റ്റ് വീടിൻ്റെ കുറേയൊക്കെ പണി കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. അതിഗംഭീരമായിട്ട് ചെടി കളക്ഷൻസാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ ചെടികളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപോലെ അകത്തൊക്കെ ചെടികൾ വെക്കും, അത് അവിടെ അതേപോലെ നിർത്തുന്നല്ലാതെ അത് ഓരോ ചെടികളും അതിൻ്റേതായ രീതിയിൽ മെയിൻറ്റെയിൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പണി ഏകദേശം ഫുള്ളായിട്ടില്ല, എങ്കിലും ചെടികൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി അതിനെ കുറേ പോട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റപ്പണി, ഞാൻ വീട് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വീടിൻ്റെ ചുറ്റുപാടും സാധനങ്ങളാണ്. നമ്മൾ ഓർക്കിഡ് കളക്ഷനാണ്, അത് അവരെ ശരിക്കും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് സെറ്റാക്കുള്ളൂ. ഇത് നമ്മളെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്, ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് പറഞ്ഞ് പ്രൂണിങ് ചെയ്ത് ഫുള്ള് അത് തന്നെയാണ്. ഹൈബ്രിഡാണ്. അതിൻ്റെ ഇടയിൽ ഇതെന്താ ചെടി എന്ന് എനിക്കറിയില്ല. ഇതിൽ ഫ്ലവർ ഉണ്ട്. നമ്മൾ വൈകിട്ട് വന്നതുകൊണ്ട് ചെടികളൊക്കെ വാടി പോയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സെറ്റാക്കാൻ കുറേ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ മതിലിൻ്റെ പുറത്ത് വെക്കണ ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കാണിക്കണതെല്ലാം വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ. കാരണം ഇതൊക്കെ അവരൊരു സ്ഥലത്ത് സെറ്റാക്കി ഇടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആയിട്ട് അങ്ങ് വെച്ചിട്ടേ ഉള്ളൂ. വീടിൻ്റെ മുൻഭാഗത്തൊക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടാ നമ്മളെ അഡീനിയം കളക്ഷൻസ് എന്തൊക്കെ ബ്രൂണിങ് ചെയ്ത് അങ്ങ് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് അതിന്മേൽ ഫ്ലവറിങ് ഇല്ലാത്ത. ഓരോ ഇതിൻ്റെ കടച്ച് നോക്കിയാൽ എത്രത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് മനസ്സിലാകാം. പറഞ്ഞു ഇവർ വീട് പണീൻ്റെ സമയത്ത് കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട് പറഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായിട്ട് നമ്മുടെ ബോഗൻവില്ലൊക്കെ ഇപ്പോൾ ബ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ആയിട്ട് വെക്കണം. കാരണം ഒന്നായിട്ട് സിമെൻറ്റിൻ്റെയും പെയിൻറ്റും എല്ലാം കൂടിയാണെന്ന് പറഞ്ഞത്. നല്ല അടിപൊളിയാക്കിയിട്ട് 3 ചെടിയുമ്പോൾ മാത്രമേ ഇപ്പോൾ ഫ്ലവർ ഉള്ളൂ. അവിടെ വെട്ടാതെ അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചു എന്നുള്ളൂ പറയുന്നുണ്ട്. എന്നുണ്ടില്ലേ, എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് ഏകദേശം ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ 10-22 വർഷം പഴക്കമുള്ളതാണെന്നാണ് പറഞ്ഞത്. അതാ അതിൻ്റെ മെയിൻ്റെനൻസിൽ ചെടികൾ ഇഷ്ടമുള്ളവർ മാത്രമേ ഇതുപോലെ ചെടികളൊക്കെ കളക്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് കരുതിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കുറേ കട്ടിങ്സ് കട്ട് ചെയ്ത് കണ്ട് അവിടെ അങ്ങ് കുന്നു കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഏതൊക്കെയൊന്നും ഫ്ലവർ അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 3-4 കട്ടിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിടിക്കോ ഇല്ല എന്നൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ചെടിച്ചട്ടി കാര്യങ്ങളെല്ലതും ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഏതൊക്കെ ഐറ്റംസുകളാണെന്നൊന്നും നമുക്ക് വലിയ ഐഡിയകളില്ല. അതിൻ്റെ അടിയിലും കാര്യങ്ങളെല്ലാ മോഡലുകളും ഉണ്ട്. എരിക്കേറ്റഡും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നിറഞ്ഞ് നിൽക്കണതുണ്ട്. കണ്ടില്ലേ, ഇതിനൊക്കെ എന്തൊരു റൈറ്റുള്ള ചെടികളാണെന്നറിയാം. നമ്മൾ പറയണത് കേൾക്കുന്നുണ്ടാകുന്നറിയില്ല. കാരണം നമ്മൾ റോഡിൻ്റെ വക്കിലാണ് ഈ വീട്. അവിടെ നിന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഫുള്ള് വണ്ടികളും പോക്കും കാര്യങ്ങളൊക്കെയാണ്. എന്താ അവരൊക്കെ ഫുൾ തൊടുവിൽ കൊണ്ടുവച്ചതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഇനി അവിടെ സെറ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്താൽ നന്നാക്കി സെറ്റാക്കാം എന്ന് കരുതിയിട്ടാണ്. എന്താ കണ്ടില്ല, ഇതിൻ്റെ കുഞ്ഞിതല നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതാണ് അഡീനിയത്തിൻ്റെ കട്ടിങ്സ് കണ്ട കൂട്ടിയിട്ടിരിക്കുന്നത്. ഫുള്ള് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും